വയനാട്ടിൽ നിന്നും തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിച്ച കടുവയുടെ ശസ്ത്രക്രിയ പൂർത്തിയായി. വെറ്റിനറി സർവകലാശാലയിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഓപ്പറേഷൻ വിജയകരമാണെന്നും കടുവ പൂർണ്ണ ആരോഗ്യവാനാണെന്നും സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ കീർത്തി അറിയിച്ചു. കടുവയുടെ മുഖത്തുള്ള മുറിവ് ആഴമേറിയതാണെന്ന് പരിശോധനയിൽ വ്യക്തമായതിനെ തുടർന്നാണ് ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ആരംഭിച്ച ശസ്ത്രക്രിയ 6 മണിയോടെ പൂർത്തിയായി. കടുവയെ മയക്കിയ ശേഷമാണ് ഡോക്ടർ ശ്യാം കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയ പൂർത്തിയായ ശേഷം മയക്കം വിട്ടുണർന്ന കടുവ എഴുന്നേറ്റ് ഇരിക്കുകയും ചെയ്തു. വെറ്റിനറി സർവകലാശാലയിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരും മൃഗശാല ഡോക്ടർമാരും ഉൾപ്പെടെയുള്ള 7 അംഗ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ 21 ഡോക്ടർമാർ ടീമിലുണ്ടായിരുന്നു. മൃഗശാല ക്യൂറേറ്റർമാരും ജീവനക്കാരും ആവശ്യമായ സൗകര്യങ്ങളൊരുക്കാൻ ഒപ്പമുണ്ടായിരുന്നു. സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ കീർത്തി, അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ നജ്മൽ അമീർ, സുവോളജിക്കൽ പാർക്കിലെ വെറ്റിനറി ഡോക്ടർ രാജ് എന്നിവർ നേതൃത്വം നൽകി. വയനാട്ടിൽ നിന്നും പിടിയിലായ കടുവയെ ചൊവ്വാഴ്ച രാവിലെയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിച്ചത്. 40 മുതൽ 60 ദിവസം വരെ കടുവയെ സുവോളജിക്കൽ പാർക്കിലെ ഐസൊലേഷൻ വാർഡിൽ നിരീക്ഷണത്തിൽ നിർത്തിയ ശേഷമേ കൂട്ടിലേക്ക് മാറ്റൂ എന്നും അധികൃതർ അറിയിച്ചു. കൈരളി ന്യൂസ്, തൃശൂർ.